വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Fashion ranging from rupees 19 to rupees 999. Atlas Fashion, now at Minerva Padi, Nilambur. ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം. ടൂറിസം കോൺക്ലേവിന്റെ പ്രചരണാർത്ഥം റൺ ഫോർ നിലമ്പൂർ സംഘടിപ്പിച്ചു. 100 കണക്കിന് പേർ റൺ ഫോർ നിലമ്പൂരിന്റെ ഭാഗമായി. ടൂറിസം കോൺക്ലേവ് 6-7 തീയതികളിൽ നടക്കും. ഒരിടവേളയ്ക്ക് ശേഷം തേൾപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിൽ വീണ്ടും കരടിയെത്തി. കരടി ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് തേൾപ്പാറ മേഖല. വനപാലകർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. കിഴക്കൻ ഏറനാടിന്റെ മതേതര സഹോദര്യത്തിന്റെ മഹോത്സവമായ നിലമ്പൂർ പാട്ട് അടിയന്തരത്തിന് നാളെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ കൊടിയേറും. പാട്ടുത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന ടൂറിസം ഫെസ്റ്റിവലിന് കൊടിയേറി. ടൂറിസം രംഗത്ത് അനന്തമായ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് നിലമ്പൂർ. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഇത്രയേറെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. നിബിഡ വനങ്ങളും അനുബന്ധമായ വെള്ളച്ചാട്ടങ്ങളും അതോടൊപ്പം പ്രകൃതിയുടെ കാഴ്ചകൾ ഒരുക്കി വെച്ച വലിയ മലനിരകളുമൊക്കെ നിലമ്പൂരിന്റെ മാത്രം സവിശേഷതകളാണ്. നിലമ്പൂരിന്റെ ഈ ഒരു കാനന ഭംഗിയും അതോടൊപ്പം നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളും ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി വലിയൊരു മുന്നേറ്റത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം 6-7 തീയതികളിൽ വലിയൊരു കോൺക്ലേവിന് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുകയാണ്.
ഈ കോൺക്ലേവിന്റെ പ്രചരണാർത്ഥം ഇന്ന് റൺ ഫോർ നിലമ്പൂർ എന്ന പരിപാടി സംഘടിപ്പിച്ചു. നിലമ്പൂരിലെ ടൂറിസം പ്രവേശന കവാടമായ കനോലി പ്ലോട്ട് മുതൽ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയാണ് റൺ ഫോർ നിലമ്പൂർ സംഘടിപ്പിച്ചത്. 100 കണക്കിന് ആളുകളാണ് റൺ ഫോർ നിലമ്പൂരിൽ പങ്കെടുത്തത്. MP PV അബ്ദുൾ വഹാബ് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് പാപ്പറ്റി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ ആഹ്വാനമാക്കാൻ വേണ്ടി കോഴിക്കോട് എയർപോർട്ട് വരെ ഞാൻ അതിനെയും ചെയർമാൻ വരാക്കിന് ചെയർമാൻ അന്ന് ആരംഭിച്ച ആ സംരംഭം ആരംഭിച്ച വിജയവും കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടുമായി നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ നിലമ്പൂരിന് ലോക ഭൂപടത്തിൽ നല്ല സ്ഥാനം കൊടുക്കുന്ന ഒരു സംഭവമായി മാറും. നിലമ്പൂര് എല്ലാ നിരക്കും എനിക്കറിയാം, എല്ലാ നിരക്കും പ്രകൃതി സമ്പന്നമാണ്. നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് നമുക്ക് ഒറ്റയാലും തന്നെ ചെറുപ്പക്കാരൊക്കെ ആഹ്വാനമാക്കാൻ വേണ്ടി ഓടാം, അല്ലെങ്കിൽ നടക്കാം. എല്ലാവർക്കും സഹായിക്കട്ടെ. ആഗ്രഹിക്കുന്നു. MLA ആര്യടൻ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. ഇനിയും കൂടുതൽ ആളുകളെ ഈ നിലമ്പൂരിന് വേണ്ടി ഒരുമിച്ച് നിർത്താൻ നമുക്ക് സാധിക്കണം. ഞാനിത് കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് അത് കോഴിക്കോട് എയർപോർട്ട് വരുന്നതിന് വേണ്ടി ഒരു വലിയ കൂട്ടായ്മ കോഴിക്കോട് കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. ആ ഒരു വലിയ കൂട്ടായ്മയുടെ ഫലമായിരുന്നു വാസ്തവത്തിൽ ആ കോഴിക്കോട് എയർപോർട്ട് വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടി നിലമ്പൂരിലും പരിസര പ്രദേശത്തുമുള്ള മുഴുവൻ ആളുകളുടെയും ഈ ഒരു കൂട്ടായ്മ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലമുണ്ടാക്കാൻ അത് ഏറ്റവും ഗുണം ചെയ്യും. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ആശംസകൾ നേർന്നു. നമ്മുടെ നിലമ്പൂർ വളരുന്നു. അതിന്റെ ആദ്യത്തെ വിത്ത് ഇവിടെ നടയാണ്. പടർന്ന് പന്തലിച്ച വൃക്ഷത്തിന്റെ ഓരോ വിത്തും ഈ ഭാവിയിലേക്ക് കുറെ കൂടി വിശാലമായി ഇത് പടരാൻ പോവുകയാണ്. അതിലെ ഇന്ന് നമ്മുടെ ഓരോരുത്തരും ഇടുന്ന ഈ വിത്തിന് വെള്ളവും നടത്തുന്നത് നമ്മൾ തന്നെയാണ്. തുടർച്ചയായി ഇതിന്റെ കൂട്ടായ്മ നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഓൾ ദ ബെസ്റ്റ് പ്രാർത്ഥനകളോടെ ഞാൻ എന്റെ വാക്കുകൾ. IDFC ഫൗണ്ടേഷൻ MD എബി തോമസ് മുഖ്യാതിഥിയായിരുന്നു. NTO ഭാരവാഹികളായ വിനോദ് P മേനോൻ, മുജീബ് ദേവശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. നിലമ്പൂരിലെ സാമൂഹിക സാംസ്കാരിക വ്യാപാര രംഗത്തെ പ്രമുഖരും വിവിധ സർക്കാർ ഉദ്യോഗസ്ഥരും നാട്ടുകാരും വിദ്യാർത്ഥികളും റൺ ഫോർ നിലമ്പൂരിന്റെ ഭാഗമായി. 6-7 തീയതികളിലായി നടക്കുന്ന കോൺക്ലേവിൽ 2 ദിവസങ്ങളിലായി വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. നിലമ്പൂർ KFRI ഓഡിറ്റോറിയത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ടൂറിസം അഡീഷണൽ സെക്രട്ടറി സുമൻ ബില്ല ഉദ്ഘാടനം ചെയ്യും. രാജ്യാന്തര തലത്തിൽ നിന്നുമുള്ള 100 ടൂർ ഓപ്പറേറ്റർമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുവാൻ നിലമ്പൂരിലേക്ക് എത്തുന്നത്. 8 സെഷനുകളിലായി നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളെ മെച്ചപ്പെടുത്തുന്നതിനായുള്ള സമഗ്രമായ ചർച്ചകൾ, നിർദ്ദേശങ്ങൾ, പ്രദർശനങ്ങൾ തുടങ്ങിയവ ഈ കോൺക്ലേവിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്ക് പ്രിയങ്കരമായ പ്രകൃതി രമണീയ സ്ഥലങ്ങളുള്ള നിലമ്പൂരിനെ ലോകത്തിന്റെ ടൂറിസം ഭൂപടത്തിലേക്ക് എത്തിക്കുക എന്നതാണ് നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ പ്രാഥമികമായ ലക്ഷ്യം. അങ്ങനെ നിലമ്പൂരിൻ്റെ വലിയ സാധ്യതകളെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് അല്ലെങ്കിൽ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു റൺ ഫോർ നിലമ്പൂർ എന്ന പ്രോഗ്രാം നടന്നിരിക്കുന്നത്. 6-7 തീയതികളിൽ വലിയൊരു കോൺക്ലേവാണ് നിലമ്പൂരിൽ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും നിലമ്പൂരിൻ്റെ ടൂറിസം സാധ്യതകളെ സമഗ്രമായി വിശകലനം ചെയ്യുന്ന ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ സമഗ്രമായ മാർഗരേഖകളുടെ രൂപീകരണം എന്നിവയെല്ലാം ആ കോൺക്ലേവിൽ നടക്കും. ദേശീയ തലത്തിലുള്ള വിനോദസഞ്ചാരികളെ, അന്തർദേശീയ തലത്തിലുള്ള വിനോദസഞ്ചാരികളെയൊക്കെ നിലമ്പൂരിൻ്റെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള വിവിധ പദ്ധതികളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൻ്റെ സമഗ്രമായ ടൂറിസം വികസനത്തിന് സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമായിരിക്കും കോൺക്ലേവ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനി നാം പോകുന്നത് അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ തേൾപ്പാറയിലേക്കാണ്. ഇവിടെ തേൾപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിൽ വിവിധ സമയങ്ങളിലായി ഒരു അതിഥി എത്താറുണ്ട്. ക്ഷേത്രത്തിൽ തൊഴുന്നതിന് വേണ്ടിയിട്ടല്ല എത്തുന്നത് ഒരു കരടിയാണ്. ഇവിടെ എത്തുന്നത് ഇവിടെയുള്ള എണ്ണ, നെയ്യ് തുടങ്ങിയവയൊക്കെ ഭക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കരടി എത്താറുള്ളത്. ഇത്തവണ എത്തിയ കരടിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രി 1:30 ശേഷമാണ് കരടി ക്ഷേത്രത്തിലേക്ക് എത്തിയത്.
കരടി എത്തിയ ദൃശ്യങ്ങൾ ആദ്യം കാണാം. ഒരിടവേളയ്ക്ക് ശേഷമാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ കരടി വീണ്ടും എത്തുന്നത്. നിരന്തരമുണ്ടായ കരടി ശല്യത്തെ തുടർന്ന് വനംവകുപ്പ് കൂട് സ്ഥാപിച്ച് കരടിയെ പിടികൂടി ഉൾവനത്തിൽ വിട്ടിരുന്നു. തുടർന്ന് തൽപ്പാറ ഭാഗങ്ങളിൽ കരടി ശല്യം കുറഞ്ഞിരുന്നുവെങ്കിലും ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും കരടിയെ കണ്ടതായി അറിയിച്ചിരുന്നു. കർഷകരുടെ തേൻപെട്ടികൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 1:45 കരടി ക്ഷേത്രത്തിനകത്ത് കയറിയത്. പല ഭാഗങ്ങളിലും ഗ്രിൽ സ്ഥാപിച്ച് സുരക്ഷിതമാക്കിയതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പുറത്തുണ്ടായിരുന്ന വിളക്കിലെ എണ്ണ മാത്രമാണ് കരടി ഭക്ഷിച്ചത്. ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർ അഭിലാഷിന്റെ നേതൃത്വത്തിൽ വനപാലകർ ക്ഷേത്രത്തിലെത്തി സ്ഥലം സന്ദർശിച്ചു. മമ്പാട് തോട്ടിന്റെ കരയിൽ ഫർണിച്ചർ ഷെഡിന് തീപിടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഷെഡ് പൂർണ്ണമായും കത്തിനശിച്ചു. കാമ്പ്രത്ത് ഷിഹാബ് എന്നയാളുടെ ഫർണിച്ചർ സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. 15 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഉടമ ഷിഹാബ് പറഞ്ഞു. നിലമ്പൂർ, തിരുവാലി എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഫയർ എഞ്ചിനുകൾ എത്തിയാണ് തീയണച്ചത്. നാട്ടുകാരും തീയണയ്ക്കുവാൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇതിനാൽ വലിയ നാശനഷ്ടമാണ് ഒഴിവായത്. സമീപത്തെ വാഴത്തോട്ടും തീപിടുത്തത്തിൽ കത്തി. ഏകദേശം 2:30 നമ്മളെ സുഹൃത്ത്, പൊങ്കുന്നൂർ സുഹൃത്ത് രാത്രി ഫയറിംഗ് ഉണ്ടെന്ന്, ഷെഡിൽ ഫയറിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും, നാട്ടുകാരും എല്ലാവരും കൂടി നമ്മൾ ഓടി വന്ന് പല സാധനങ്ങളും പുറത്തേക്കിടുകയും അതേപോലെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഫയർഫോഴ്സ് 2 യൂണിറ്റും നിലമ്പൂരും അതേപോലെ തന്നെ തിരുവാലി യൂണിറ്റും വന്ന് കൂടുതൽ നാശനഷ്ടങ്ങളില്ലാതെ അവർക്ക് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞു. നാട്ടുകാരും എല്ലാവരും സഹകരിച്ചു. പ്രത്യേകം നാട്ടുകാരോട് നന്ദി അറിയിക്കുകയാണ്. ഏകദേശം ഒരു 10-15 ലക്ഷം രൂപയുള്ള സാധനം നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കത്തി അമർത്തിട്ടുണ്ട്. ഷെഡും മൊത്തം കത്തി അമർത്തിട്ടുണ്ട്. കിഴക്കൻ ഏറനാടിന്റെ മതേതര സാഹോദര്യത്തിന്റെ മഹോത്സവമായ നിലമ്പൂർ പാട്ട് അടിയന്തരത്തിന് നാളെ വേട്ടയ്ക്കൊരുമകൻ കാവിൽ കൊടിയേറും. 5 ദിവസങ്ങളിലായി നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകളിൽ പ്രധാനമായ വലിയ കളം പാട്ട് 7-ാം തീയതി ബുധനാഴ്ച നടക്കും. നിലമ്പൂർ കോവിലകത്തിന്റെയും നാടിന്റെയും അഭിവൃദ്ധിക്കായി നടത്തുന്നതാണ് പാട്ടുത്സവം എന്നറിയപ്പെടുന്ന പാട്ടടിയന്തര ചടങ്ങുകൾ. 6-ാം ദിവസം അയ്യപ്പൻ കളംപാട്ടോടുകൂടിയാണ് പാട്ടടിയന്തര ചടങ്ങുകൾക്ക് സമാപനമാവുക. പ്രത്യേകം തയ്യാറാക്കിയ വലിയ മുളയിൽ കോവിലകം ക്ഷേത്രമായ വേട്ടയ്ക്കൊരുമകൻ കാവിന്റെ മുൻപിൽ കോവിലകം പ്രതിനിധികൾ, ക്ഷേത്രം ജീവനക്കാർ, നാട്ടുകാർ എന്നിവർ ചേർന്ന് നാളെ പുലർച്ചെ കൊടി ഉയർത്തുന്നതോടെ ആഘോഷങ്ങളുടെ വരവറിയിച്ച് പാട്ടുത്സവത്തിന് തുടക്കം കുറിക്കും. ഇതോടൊപ്പം തന്നെ ചെറിയ മുളയിൽ അന്നക്കൊടിയും ഉയർത്തുന്നുണ്ട്. ഉത്സവ നാളുകളിൽ ക്ഷേത്രത്തിലെത്തുന്നവർക്ക് മതിവരുവോളം അന്നമുണ്ടാകുമെന്ന മുന്നറിയിപ്പിനാണ് അന്നക്കൊടി ഉയർത്തുന്നത്. ഉച്ചപൂജയ്ക്ക് ശേഷം ഉച്ചപ്പാട്ട് നടത്തുന്നതിന് മുന്നോടിയായി പാട്ട് കൂറയിടൽ ചടങ്ങ് നാളെ നടത്തും. പാട്ടു നടത്തുന്ന മണ്ഡപത്തിന് മുകളിൽ മേൽക്കൂര പോലെ ചുവന്ന പട്ട് വിരിക്കുന്ന ചടങ്ങാണ് പാട്ട് കൂറയിടൽ. പാരമ്പര്യമായി കുറുപ്പന്മാർക്കാണ് പാട്ടുത്സവ നടത്തിപ്പിനുള്ള ചുമതല. ഉച്ചപ്പാട്ട് കഴിഞ്ഞാൽ പായസപൂജയോടെ ഉച്ചവരെയുള്ള ചടങ്ങുകൾ കഴിയും. വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം സന്ധ്യാവേല, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവ കഴിഞ്ഞ് 7 മണിയോടെ കരുവൻകാവിലേക്ക് ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിപ്പുണ്ടാകും. കരുവൻകാവിൽ മുല്ലയ്ക്കാൻ പാട്ടിന് ശേഷം ഗജവീരന്റെയും മേളങ്ങളുടെയും അകമ്പടിയോടെ
വേട്ടയ്ക്കൊരുമകൻ കാവിലേക്ക് തിരിച്ചെഴുന്നള്ളത്തും നടക്കും. ഇവിടെ ഈടും കൂറും എന്ന ചടങ്ങും പിന്നീട് ഇടയ്ക്ക പ്രദക്ഷിണവും നടക്കും. തുടർന്ന് ക്ഷേത്രത്തിനകത്ത് നേരത്തെ കുറുപ്പന്മാർ സ്വാഭാവിക നിറം ഉപയോഗിച്ച് വരച്ച വേട്ടയ്ക്കൊരുമകന്റെ കളത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തും. തന്ത്രിയുടെ നേതൃത്വത്തിൽ കളം പൂജ, തിരിയൊഴിച്ചിൽ, നാളികേരമേറ്, കളം മായ്ക്കൽ എന്നിവ നടത്തി കളപ്പൊടി പ്രസാദമായി ഭക്തർക്ക് വിതരണം ചെയ്യുന്ന ചടങ്ങുകളും ഉണ്ടാകും. തുടർന്ന് വരുന്ന എല്ലാ ദിവസവും ഇതേ ചടങ്ങുകൾ തന്നെയാണ് പാട്ടുത്സവത്തിന്റെ ഭാഗമായി നടത്തുക. 7-ാം തീയതിയാണ് വലിയ കളംപാട്ടുത്സവം നടക്കുക. അന്ന് തിരുവാഭരണം ചാർത്തിയ ഭഗവാന്റെ രൂപമാണ് ഭക്തർക്ക് ദർശിക്കുവാനാവുക. ശ്രീകോവിലിൽ നെയ്വിളക്കുകളും ഉണ്ടാകും. അന്നേ ദിവസം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ പേർക്കും മതിവരുവോളം അന്നം വിളമ്പുന്ന സർവാണി സദ്യയും നടക്കും. ആഹാരം മതി എന്ന് പറയുന്നത് വരെ സദ്യ വിളമ്പും. 8-ാം തീയതി കാർഷിക അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട് കോമരങ്ങൾ ചേർന്ന് പാലും വെള്ളരി ചടങ്ങ് കരുവൻകാവിൽ നടത്തും. പാട്ടുത്സവത്തിന് സമാപനം കുറിച്ച് 9-ന് അയ്യപ്പൻ കളംപാട്ടാണ് ക്ഷേത്രത്തിൽ നടക്കുക. അന്ന് പുറത്തേക്ക് എഴുന്നള്ളത്ത് ഉണ്ടാകില്ല. ശാസ്താവിന്റെ പ്രതിഷ്ഠയ്ക്ക് മുൻപിലാണ് മുല്ലയ്ക്കാൻ പാട്ട് നടത്തുക. തുടർന്ന് ശാസ്താപ്രീതിക്കായുള്ള പൂജ, ഭജന എന്നിവ നടത്തും. രാത്രി കളം മായ്ക്കൽ കഴിയുന്നതോടെ കോവിലകം പ്രതിനിധിയോട് അനുമതി ചോദിച്ച് കൂറ വലിച്ച് പാട്ടടിയന്തര ചടങ്ങുകൾ പൂർത്തിയാക്കും. നിലമ്പൂർ പാട്ടുത്സവത്തിന്റെ ഭാഗമായുള്ള പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന് കൊടിയേറി. കോടതിപ്പടിയിലെ ഗ്രൗണ്ടിലാണ് മെഗാ സ്റ്റേജ് ഷോകൾ അരങ്ങേറുന്നത്. 3 ദിവസം നാടകോത്സവവും 4 ദിവസം മെഗാ ഷോകളും അരങ്ങേറും. കോടതിപ്പടിയിലെ ഫെസ്റ്റിവൽ നഗരിയിൽ നടന്ന ചടങ്ങിൽ നിലമ്പൂർ കോവിലകം സീനിയർ പ്രതിനിധി രാജേന്ദ്രവർമ്മ കൊടിയേറ്റ് നിർവഹിച്ചു. ചടങ്ങിൽ MLA-യും ടൂറിസം ഫെസ്റ്റിവൽ സംഘാടക സമിതി ചെയർമാനുമായ ആര്യടൻ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ആശംസകൾ നേർന്നു. നഗരസഭാ വൈസ് ചെയർമാൻ ഷൗക്കത്ത് അലി കൂമഞ്ചേരി, കൗൺസിലർമാർ, ഫെസ്റ്റിവൽ സംഘാടക സമിതി ഭാരവാഹികളായ U നരേന്ദ്രൻ, PV സനിൽകുമാർ, അനിൽ റോസ്, ഷബീർ അലി മുക്കട്ട, CH ഇക്ബാൽ, ഷൗക്കത്ത് അലി കോയാസ്, വിൻസെന്റ് എ ഗോൺസാഗ, ഷാജി K തോമസ് തുടങ്ങിയവരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VA കരീം, പാലോളി മെഹബൂബ്, A ഗോപിനാഥ് എന്നിവരും ആശംസകൾ നേർന്നു. പരിപാടിയിൽ സംഘാടക സമിതി രൂപീകരണ യോഗവും ചേർന്നു. 4, 5, 6 തീയതികളിൽ നിലമ്പൂർ ബാലൻ നാടകോത്സവം നടക്കും. 4-ാം തീയതി KPSC-യുടെ ഭഗവതി എന്ന നാടകവും 5-ന് തിരുവനന്തപുരം സംഘകേളിയുടെ ലക്ഷ്മണരേഖ എന്ന നാടകവും 6-ന് ഗാന്ധി എന്ന നാടകവും അരങ്ങേറും. സാംസ്കാരിക സദസ്സുകളിൽ കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാർ പങ്കെടുക്കും. 8-ാം തീയതി മുതൽ മെഗാ സ്റ്റേജ് ഷോകൾ ആരംഭിക്കും. 8-ന് റാസ ലൈവ്, ഗസൽ, 9-ന് ഉറുമി ബാൻഡ് മ്യൂസിക് ഷോ, 10-ന് ഗബ്രി റാപ്പ് ഷോ, 11-ന് കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന മാപ്പിളപ്പാട്ടുകൾ എന്നിവ അരങ്ങേറും. അമരമ്പലം പാലത്തിന് താഴെ പുഴയിൽ മാലിന്യ കൂമ്പാരം നിക്ഷേപിച്ച നിലയിൽ. ഹരിതകർമ്മസേന ഉൾപ്പെടെ മികച്ച സേവനം നടത്തുന്ന പഞ്ചായത്തിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ബോട്ടിൽ ബൂത്തുകൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാൻ ഗ്രാമപഞ്ചായത്തിൽ സൗകര്യമുള്ളപ്പോഴാണ് സാമൂഹിക വിരുദ്ധർ പാലത്തിന് താഴെ മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി B ശിവദാസൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാഹിദ് വള്ളിക്കാടൻ, അഭിലാഷ് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. മാലിന്യത്തിൽ നിന്നും കിട്ടിയ രസീതുകളിൽ നിന്ന് നിക്ഷേപിച്ചവരെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് രാവിലെ ഓഫീസിലേക്കൊരു ഫോൺ കോൾ വന്നു. പുഴേൻ്റെ സൈഡിൽ പാലത്തിന് സമീപം വേസ്റ്റ് തള്ളി. ഞങ്ങൾ പരിശോധിക്കാൻ വന്നപ്പോൾ വളരെ സാമൂഹ്യ ദ്രോഹികൾ വളരെ മോശമായിട്ട് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ അജൈവ മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട്. അത് അടുത്ത കാലത്ത് അത് വലിയ തരത്തിൽ ഇല്ലാതിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രതികാരം എന്നോണം ജോലിയിൽ നിന്നും ഒഴിവാക്കിയതായി പരാതി. ചാലിയാർ പഞ്ചായത്തിലെ ആഢ്യൻപാറ വെള്ളച്ചാട്ടം ടൂറിസം പദ്ധതിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ മുല്ലശ്ശേരി സുധീഷിനെയാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുട്ടിയൽ വാർഡിൽ CPM സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരുന്നു.
ഇതിന് കാരണക്കാരൻ താനാണെന്ന് ആരോപിച്ചാണ് തന്നെ ജോലിയിൽ നിന്നും പുറത്താക്കിയതെന്ന് സുധീഷ് പറഞ്ഞു. എന്നാൽ സുധീഷിന്റെ ആരോപണങ്ങൾക്ക് വിശദീകരണവുമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും രംഗത്തെത്തി. കൃത്യമായി ജോലി ചെയ്യാത്തതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് അധികൃതർ പറഞ്ഞു. നിലമ്പൂർ കോവിലകത്തുമുറി യുണൈറ്റഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആതിര രാവ് 2026 തിരുവാതിര ആഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സണും ഡിവിഷൻ കൗൺസിലറുമായ പത്മിനി ഗോപിനാഥ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വായനശാല പ്രസിഡന്റ് ദീപ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. തിരുവാതിര ദിനത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഉഷ ടീച്ചർ പ്രഭാഷണം നടത്തി. നിലമ്പൂർ കോവിലകവും നിലമ്പൂർ പാട്ടും എന്ന വിഷയത്തെക്കുറിച്ച് പുതിയ കോവിലകത്തെ ശ്രീ രവിവർമ്മ അവറുകളുടെ പ്രഭാഷണവും നടന്നു. വനിതാവേദി അംഗങ്ങളുടെ തിരുവാതിരകളി, ഊഞ്ഞാലാട്ടം, മറ്റ് കലാപരിപാടികളും അരങ്ങേറി. വായനശാല മെമ്പർമാർ പങ്കെടുത്ത പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് MK ബാലകൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി പ്രമോദ് നന്ദിയും പറഞ്ഞു. വായനശാല ഭാരവാഹികളായ സുബോധ് CP, പ്രവീണ കമ്മത്ത്, ഷൺഗീത്, വിനോദ്, സിനി സുന്ദരൻ, രഘുരാജ്, സുനിൽ, ലൈബ്രറിയൻ ജയന്തി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം. ടൂറിസം കോൺക്ലേവിന്റെ പ്രചരണാർത്ഥം റൺ ഫോർ നിലമ്പൂർ സംഘടിപ്പിച്ചു. 100 കണക്കിന് പേർ റൺ ഫോർ നിലമ്പൂരിന്റെ ഭാഗമായി. ടൂറിസം കോൺക്ലേവ് 6, 7 തീയതികളിൽ നടക്കും. ഒരിടവേളയ്ക്ക് ശേഷം തേൾപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിൽ വീണ്ടും കരടിയെത്തി. കരടി ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് തേൾപ്പാറ മേഖല. വനപാലകർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. കിഴക്കൻ ഏറനാടിന്റെ മതേതര സഹോദര്യത്തിന്റെ മഹോത്സവമായ നിലമ്പൂർ പാട്ട് അടിയന്തരത്തിന് നാളെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ കൊടിയേറും. പാട്ടുത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന ടൂറിസം ഫെസ്റ്റിവലിന് കൊടിയേറി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരെ, നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Fashion ranging from ₹19 to ₹999. Atlas Fashion, now at Minerva Padi, Nilambur. ചില കാര്യങ്ങളിൽ തർക്കമേ ഇല്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, the most trusted name in TV, mobiles and appliances. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി.